സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ AWMൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ AWM ഒക്കെ കളിച്ചു തുടങ്ങിയ ആൾക്കാരാണ്, കുറച്ചുകൂടെ ഗെയിമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ല, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. കാരണം നമ്മളാണ് ഇന്നൊരു 500 ലൈക്കിൻ്റെ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാരണം നമ്മൾ 50K വളരെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ 50 ആവാനായിട്ട്. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ ഈ സമയം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ആദ്യത്തെ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് നമ്മുടെ സ്നൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ, സ്നൈപ്പറിൻ്റെ സെൻസിറ്റിവിറ്റി മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ജനറലിലോ അല്ല 2x-ൻ്റെയോ 4x-ൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. ജസ്റ്റ് സ്നൈപ്പർ സെൻസിറ്റിവിറ്റി മാത്രം നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്നൈപ്പറിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളാണ് ലോങ് റേഞ്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഒരു ലോ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സ്നൈപ്പറിൻ്റെ ആക്യുറസി കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ ഷോർട്ട് റേഞ്ച് ഒക്കെ കളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി കുറച്ച് ഹൈ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റിഫ്ലക്സ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പം രണ്ടിനും അതിൻ്റെതായ യൂസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്നൈപ്പർ ആണെങ്കിൽ ലോങ് റേഞ്ചിന് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലോ സെൻസിറ്റിവിറ്റി കാര്യങ്ങളാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് റേഞ്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹൈ സെൻസിറ്റിവിറ്റി ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും ബോത്ത് സൈഡിൽ നിങ്ങൾ സ്നൈപ്പർ ഡബിൾ സ്നൈപ്പറൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ഒരു 25 സെറ്റ് ചെയ്തതിന് ശേഷം ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഈ ഒരു സെക്ഷനിൽ വരാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് റേഞ്ചിൽ ഈ ഇരിക്കുന്ന 2 അടമിൻ്റെ ഷോർട്ട് റേഞ്ചിൽ വന്നതിന് ശേഷം ജസ്റ്റ് റാൻഡം ഷോട്ട്സ് അടിച്ചിട്ട് ഈ ഒരു ഷോട്ട്സ് കാര്യങ്ങളൊക്കെ എനിമിയുടെ അതായത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുള്ളതും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് റേഞ്ചിലാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളെ കണക്ട് ഷോട്ട്സ് കാര്യങ്ങളെ കണക്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളൊരു പ്രോപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. അതുപോലെ ഇത് മാത്രം ചെയ്താൽ പോരാ. ഇതുപോലെ എയിം ആണെങ്കിൽ ലോങ്ങിൽ നിൽക്കുന്ന എനിമിക്കും ഇതുപോലെ റണ്ണിങ് എനിമിക്കൊക്കെ ഷോട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഈ രണ്ട് കാര്യവും പാരലായിട്ട് എവിടെയാണോ പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആവുന്നതെന്ന് വെച്ചാൽ അതായിരിക്കും നിങ്ങളുടെ ഒരു പ്രോപ്പറായിട്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. ആ ഒരു സെൻസിറ്റിവിറ്റി വെച്ച് നിങ്ങൾ കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സീക്രറ്റ് ആയുള്ള ഒരു ഹെഡ് ഷോട്ട് ടെക്നിക്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ജെം ഹെഡ് ഷോട്ടിൻ്റെ ഒരു രീതിയിലുള്ള ഒരു സാധനം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എനിമി ഇപ്പോൾ അനങ്ങാതെ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനിമിയുടെ എയിം കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ എനിമിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ കാണിക്കുന്ന സെക്ഷനിലായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. വെച്ചതിന് ശേഷം ജസ്റ്റ് ജമ്പ് ചെയ്തതിന് ശേഷം ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫയർ ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ എനിമി കയറ് കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ ലെവലായിട്ടൊരു ടെക്നിക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്വിക്ക് വെപ്പൺസ് വെച്ച് എന്ന് പറയുമ്പോൾ ബട്ടൺ യൂസ് ചെയ്യുന്നുള്ള ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും. എന്നാലും ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. ഓക്കെ, നമ്മുടെ സെറ്റിംഗ്സിലാണ് ക്വിക്ക് വെപ്പൺസ് വെച്ച് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോൾ ഫയർ ചെയ്താലും ഫയർ ചെയ്തതിന് ശേഷം ക്വിക്ക് വെപ്പൺ സ്വിച്ച് ചെയ്തതിന് ശേഷം വെപ്പൺ കാര്യങ്ങൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാനും AWMൻ്റെ ഈ റീലോഡിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളാണ് ഇച്ചിരി കുറച്ചുകൂടെ പ്രൊഫഷണൽ ലെവലിൽ AWM കാര്യങ്ങളൊക്കെ സ്നൈപ്പർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫയർ ബട്ടൺ ലെഫ്റ്റ് ഫയർ ബട്ടണിലേക്ക് സ്വിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സ്നൈപ്പർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ച് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള സംഭവമാണ്. അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഇത് കാര്യങ്ങളൊക്കെ ആയിരിക്കും. മറ്റേ ബട്ടണേക്കാളും കുറച്ചുകൂടെ നൈസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രൊഫഷണലായിട്ട് സ്നൈപ്പർ യൂസ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ലെഫ്റ്റ് ഫയർ ബട്ടണിലേക്ക് സ്വിച്ച് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഗൺ സ്കിൻ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്നൈപ്പേഴ്സിന് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഗൺ സ്കിൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ റേഞ്ചോ ഉള്ള ഗൺ സ്കിൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റേറ്റ് ഓഫ് ഫയർ ഉള്ള ഗൺസ് ഒന്നും നമുക്ക് സ്നൈപ്പറിന് അത്ര വാല്യൂ കാര്യങ്ങളാവുന്നില്ല, വലിയ മാറ്റർ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡാമേജ് അതുപോലെ റേഞ്ചും കൂടുതലുള്ള ഗൺ സ്കിൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ നികിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടർ വേറെ ലെവലായിട്ടുള്ളൊരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ AWMൻ്റെ ഈ ഒരു റീലോഡ് സ്പീഡ് കാര്യങ്ങളൊക്കെ AWMൻ്റെ എന്നില്ല ഏതൊരു ഗണ്ണിൻ്റെ ആയാലും റീലോഡ് സ്പീഡ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഒരു ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾ സ്നൈപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നികിത ക്യാരക്ടറിനെ ഒരു നിങ്ങളുടെ ക്യാരക്ടർ സ്ലോട്ടിൽ ഒരു ക്യാരക്ടറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഹ്യൂജ് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ടു മാക്സിമം സ്നൈപ്പർ വെച്ച് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ കളിച്ചതിന് ശേഷം വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. കസ്റ്റംസിലായാലും ട്രെയിനിങ് ഗ്രൗണ്ടിലായാലും അല്ലെങ്കിൽ CS-ലായാലും റാങ്കിലും എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. സോ ഈ സമയത്ത് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ സമയത്ത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.